ഈ ഒരു പൊതിക്കുള്ളിൽ ഒരു കുഞ്ഞു സമ്മാനം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വർഷം കൊണ്ട് ആഗ്രഹിക്കണേണ് ഇങ്ങനെ ഒരു സമ്മാനം മേടിച്ച് കൊടുക്കണമെന്ന്. കാരണം അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു മോതിരം നഷ്ടപ്പെടുത്തിയിട്ട് കുറേ വർഷമായേ. അപ്പോൾ അതൊരു വെഡിങ് ആനിവേഴ്സറി ദിവസം ആയാൽ അത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് അത് കൊടുക്കണമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി കേക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ജാസ്മിൻ്റെ അടുത്തു നിന്നാണ് സ്ഥിരമായിട്ട് ഞാൻ കേക്ക് മേടിക്കുന്നത്. അവളുടെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ്ങിനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചേട്ടനും ഞാനും അമ്മയും അച്ഛനും എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാമറാമാനായിട്ട് ആകാശം ഉണ്ടായിരുന്നേ കൂടെ. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചത് ഒരു 25 വർഷം തികഞ്ഞതിൻ്റെ ആ ഒരു വർഷമായിരുന്നു കേട്ടോ. അന്നെടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അന്നത്തെ ഈ ക്യാമറാമാൻ തന്നെയായിരുന്നു കേട്ടോ അന്ന് പക്ഷേ ക്യാമറാമാൻ്റെ അബദ്ധം കാരണം എല്ലാ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു വിഷമം അമ്മ ഇപ്പോഴും പറയാറുള്ളതാണ്. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്നെ കട്ട് ചെയ്യണേന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. അപ്പോൾ ആദ്യത്തേന് കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് കേട്ടോ ഇത് കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്ന. ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കണേന്ന് പറഞ്ഞപ്പോഴത്തേക്കും നോക്കി കണ്ടുപിടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് കൊടുത്തത്. കാരണം അച്ഛനാണിത് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മയുടെ ആ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. അപ്പം മോതിരമൊക്കെ കിട്ടിയപ്പോഴേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അച്ഛനെ കൊണ്ട് തന്നെയാണ് അമ്മയ്ക്കും ഇടിയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ ഈ പ്രാവശ്യം കൊടുക്കില്ല, എന്തായാലും നീ എന്തെന്ന് വെച്ചാൽ ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാനും പങ്കെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഗ്രാൻഡൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെ കൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ എന്താ കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ചത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഒരു റിംഗ്. അപ്പോൾ അച്ഛൻ്റെ ഈ റിങ് കുറേ വർഷം കൊണ്ട് പണയത്തിലിരിക്കുകയാണേ. അപ്പോൾ ആ ഒരു റിങ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് നമുക്ക് എപ്പോഴും മൈൻഡിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.